ഞങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തോട് ചേരുന്ന അഭിവന്ദ്യ പിതാവേ, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മരണസമയത്ത് നമ്മൾ പാട്ടിൽ പറയുന്നത് പോലെ അഗ്നിച്ചിറകുകളിൽ മാലാഖ നമുക്ക് പ്രത്യക്ഷപ്പെടുകയും മാലാഖയുടെ ദർശനത്തിൽ ചിലർ സന്തോഷിക്കും, ചിലർ ഭയത്തോടെ ഇരിക്കും, ആ മുഖഭാവമായിരിക്കും മരിക്കുമ്പോൾ കാണപ്പെടുക എന്ന് പറയപ്പെടാറുണ്ട്. മാലാഖയെ കണ്ടു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ആകിയാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ ധരിപ്പിക്കട്ടെ എന്ന് തലകുനിച്ച് നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ളവർ പുഞ്ചിരിയോടെ പ്രസന്നവധരതയോടെ ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടുമെന്ന് നമ്മൾക്ക് അറിയാം. വിശുദ്ധാത്മാക്കളുടെ പടങ്ങളൊക്കെ നമ്മൾ പുഞ്ചിരിക്കുന്ന വിശുദ്ധ ആത്മാക്കളുടെ മരണനേരത്തെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മച്ചിയെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞത്, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രം തോന്നിയതാണെന്ന്. അല്ല, കണ്ടവരെല്ലാം പറഞ്ഞ് ഒത്തിരി ശാന്തതയോടെ ഇത്രമാത്രം ഉറങ്ങും പോലെ ദൈവത്തിൽ അഭയം പ്രാപിച്ച ഒരമ്മച്ചയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാം പങ്കെടുക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്മച്ചി ചാച്ചനും ജോസഫ് മേരിയാണ് തിരുക്കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഞങ്ങളുടെ അമ്മച്ചിയും ചാച്ചനും അതുപോലെയാണ് ജീവിച്ചത് എന്നാണ്. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഒരിക്കലും ഇവർ തമ്മിൽ ബഹളം കൂട്ടുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ കലഹിക്കുകയോ വെറും വാക്ക് പറയുകയോ ചെയ്തത് ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. അത് ആരുടെ ഗുണമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് അമ്മയുടെയാണോ ചാച്ചൻ്റെയാണോ? രണ്ടുപേരുടെയും കൂട്ടായ്മ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതേ സന്തോഷമാണ് അമ്മച്ചിക്ക് ഇന്ന് ലഭിച്ചത്. എല്ലാ കുദാശകളും സ്വീകരിച്ച് സുബോധത്തോടുകൂടി യാത്ര പറഞ്ഞ് അവസാനം നേർച്ചക്കടങ്ങൾ വല്ലതുമുണ്ടോ എന്ന് സോക്രട്ടീസിനോട് ചോദിക്കുന്നത് പോലെ നേർച്ചക്കടങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച് അതെല്ലാം തീർത്തതിന് ശേഷം ദൈവസന്നിധിയിൽ എത്തിയ ഒരമ്മ. പ്രത്യേകമായിട്ട് അമ്മയുടെ ഈ ഒരു വിയോഗത്തിൽ അനുശോചനവും പ്രാർത്ഥനകളും കൂടെ നിൽക്കാൻ, കൂട്ടായിത്തീരാൻ നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ധൈര്യമാണ്. പ്രത്യേകമായി നമുക്കറിയാം, സഭയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചി 92 വയസ്സ് കാലഘട്ടം ഈ ഭൂമിയിൽ ദൈവത്തോടൊപ്പം ജീവിച്ച് മക്കൾക്ക് കരുത്തും തുണയുമായി. ചില സൗഭാഗ്യങ്ങൾ നമുക്ക് അങ്ങനെയാണ്, എന്തോരം കിട്ടിയാലും തീരത്തില്ല. ഇനിയും കുറേ കൂടി വേണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന തരത്തിൽ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കൊത്തിരി പ്രധാനപ്പെട്ടതായിരുന്നു, ഞങ്ങൾക്കൊത്തിരി ഹൃദയത്തോട് ചേർന്നതായിരുന്നു. പ്രത്യേകിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്ട്രോക്ക് ഉണ്ടായതിനു ശേഷം അമ്മയോട് ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരമ്മച്ചിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകമായിട്ട് അമ്മച്ചിയോടൊപ്പമായിരിക്കുന്ന ഈ യാത്രയിൽ സഹകരിച്ച് പ്രാർത്ഥനാപൂർവമായിരുന്ന എല്ലാവരും നന്ദിയോട് ഓർക്കുന്നു. അഭിയൻ്റെ പിതാവ് വലിയമറ്റം പിതാവ് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിനേക്കാൾ അപ്പുറം സ്നേഹവും ബന്ധവും പിതാവ് ഞങ്ങൾ കുടുംബത്തോട് കാണിച്ചു. അത് കുടുംബത്തിലെ വിവാഹത്തിന് പിതാവ് സഹായിച്ചപ്പോഴും മാമുദീസായും അവരുടെ കുഞ്ഞിൻ്റെ മാമുദീസായും ചാച്ചൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയും മാത്രമല്ല, എന്നെ സെമിനാരിലെടുത്തതും എല്ലാവിധ മൈനർ ഓർഡേഴ്സ് തന്നതും 2002 ജനുവരി 1-ാം തീയതി ഇതേ ദേവാലയത്തിൻ്റെ വിശുദ്ധ അൾത്താരയിൽ വെച്ച് പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധമായ ദാനം കൈവപ്പ് വഴി ഞങ്ങൾക്ക് നൽകിയതും അഭിയന്ത പിതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിലും ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും സംസ്കാര ശുശ്രൂഷയിൽ അഭിയന്ത പിതാവ് കാർമ്മികത്വം വഹിക്കുന്ന വീട്ടിലും ദേവാലയത്തിലും സെമിത്തേരിയിലെ കർമ്മങ്ങൾക്കും പിതാവ് തന്നെ നേതൃത്വം വഹിക്കുന്നെന്നുള്ളത് യാദൃശ്ചികതയല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിയന്ത പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനകളും സ്നേഹവും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അഭിയന്ത പാമ്പ്ളാനി പിതാവ് തിരക്കുണ്ടായതിനാൽ ഇന്നലെ വൈകുന്നേരം പിതാവാണ് ഏറ്റവും ആദ്യം എത്തുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളോട് ചേർത്ത് പിടിക്കുന്ന അഭിയന്ത പാമ്പ്ളാനി പിതാവിനും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞരളിക്കാട്ട് പിതാവ് വിദേശത്താണെങ്കിൽ പോലും വിളിക്കുകയും ഞങ്ങൾ രണ്ടുപേരെയും വിളിക്കുകയും അനുശോചനം നൽകുകയും ചെയ്തു.
ചേട്ടൻ്റെ മാനന്തവാടി രൂപതയിൽ നിന്ന് ജോസ് പിതാവ് വരാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. വഴി ബ്ലോക്ക് ആയതുകൊണ്ട് വീണ്ടും വരണമെന്ന് ചോദിച്ചു. വേണ്ട, വീണ്ടും താമസിക്കും, ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിതാവ് തിരികെ പോവുകയാണ് ചെയ്തത്. അലക്സ് പിതാവും ഞങ്ങളെ പഠിപ്പിച്ച് സെമിനാരിയിലെ ഞങ്ങളുടെ ഫാദർ പ്രീഫെക്റ്റായിരുന്നു. വളരെ സ്നേഹവും ബന്ധവും അനുശോചനത്തോടുകൂടെ ചേർത്ത് പ്രാർത്ഥനയോട് ചേർത്ത് പിതാവ് നൽകിയിട്ടുണ്ട്. പാസ്റ്റർ വിസിറ്റ് ആയതിനാലാണ് പിതാവിന് നൽകാൻ സാധിക്കാത്തത്. മറ്റ് പിതാക്കന്മാർ, കണ്ണൂർ രൂപതയുടെയും കോട്ടയം രൂപതയുടെയും പിതാക്കന്മാർ അനുശോചനം അറിയിച്ചപ്പോൾ തീർച്ചയായും സഭയ്ക്ക് വേണ്ടി ഈ വൈദിക മേൽദക്ഷന്മാർ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ആശ്വാസത്തിനും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ വികാരി ജനറൽ അച്ഛനായിരിക്കുന്ന ആൻ്റണി അച്ഛനും സിബി അച്ഛനും മാത്യു അച്ഛനും ഞങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ട് വിമൽ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അച്ഛനോടും മറ്റ് വൈദികരോടും ചേർന്ന് അച്ഛൻ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ മാനന്തവാടി രൂപതയുടെ വികാരി ജനറൽ അച്ഛൻ പോൾ മുണ്ടോളിക്കൽ അച്ഛൻ, അച്ഛൻ്റെ ഒപ്പമുണ്ട് ബൊക്കറേറ്റ് അച്ഛന്മാർ, ചാൻസലർ അച്ഛൻ, ഇവരെല്ലാവരും തന്നെ സന്നിഹിതരായിരുന്നു. അവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ചും അതിനു മുൻപും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട ബിജു മുട്ടത്തുകുന്നേൽ അച്ഛനാണ്, ചാൻസലർ അച്ഛനാണ്. അച്ഛനെയും കൃത്യമായിട്ട് സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ഇടവകയിൽ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ഞങ്ങൾക്ക് ചേർന്നൊരു വൈദികൻ കിട്ടിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഷാജി അച്ഛനെ എനിക്ക് 2005 മുതൽ സഹപ്രവർത്തനത്തിനേക്കാൾ കൂടുതലായി സെമിനാരിയിലും ഷാജി അച്ഛൻ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. ആ സ്നേഹബന്ധം അമ്മച്ചിയോട് കാണിക്കും. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും കൊച്ചച്ഛനെ വിട്ട് അമ്മച്ചിക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്ന, അച്ഛൻ തന്നെ ഡ്രൈവ് ചെയ്ത് അച്ഛൻ തന്നെ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇടവകയിലെ വിരളമായിരിക്കും. ചോദിക്കാതെ തന്നെ കൃത്യമായ ഇടവേളകളിൽ വിശുദ്ധ കുർബാന കൊടുക്കുകയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി തിരിഞ്ഞത് ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും അച്ഛൻ്റെ കൊച്ചച്ഛന്മാരുമാണ്. അമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ ഏത് സമയത്ത് നമുക്ക് നടത്താം, അച്ഛനതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, ഇവിടുത്തെ കർമ്മീകരണങ്ങളെക്കുറിച്ചും ആകുലപ്പെടേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു വികാരിച്ചൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമാണ്. ബഹുമാനപ്പെട്ട ഷാജി അച്ഛനോടൊപ്പം നിൽക്കുന്ന കൊച്ചച്ഛന്മാർക്ക് ഞങ്ങളുടെ വടക്കേ മുളഞ്ഞനാൽ പൊടിമറ്റം കുടുംബങ്ങളുടെ പേരിൽ പ്രാർത്ഥനയും നന്ദിയും നേരുന്നു. ഈ ദേവാലയത്തിൽ തന്നെ ഞങ്ങൾ മാമോദീസ സ്വീകരിച്ച് ഇതേ ദേവാലയത്തിൽ തന്നെ ശുശ്രൂഷകളിൽ നടുപ്പെടുമ്പോൾ ഇവിടുത്തെ വികാരിച്ചൻ്റെ വലിയ സ്നേഹവും ബന്ധവും ഞങ്ങളെ ഓർക്കുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ വൈദികരും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞങ്ങൾക്ക് മുൻപ് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ ഇടവകളിലെല്ലാ വൈദികരും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. തലശ്ശേരി മാനന്തവാടി ഇടവകയിലെ വൈദിക കൂട്ടായ്മ ഒത്തിരിയുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷേ ആരും വരാൻ മടിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളതെങ്കിൽ പോലും വൈദികർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെയും രാത്രിയും പലരും വന്ന് തിരികെ പോയിട്ടുണ്ട്. അവരെന്നെ വിളിച്ച് അവർ നിവൃത്തിയില്ല, വെള്ളം പൊങ്ങി തിരികെ പോവുകയാണ്. മാനന്തവാടിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ വരുന്ന വൈദികർ തിരികെ പോയിട്ടുണ്ട്. അവർക്കിന്ന് വിശുദ്ധ കുർബാന 4 മണിക്കുണ്ട്. ഇവർ വന്നവരെല്ലാം തന്നെ ഈ ഒരു വിശുദ്ധ കുർബാന ക്രമീകരിച്ചു കൊണ്ടാണ് അവർ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി മാത്രമേ നിങ്ങളുടെ സ്നേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. വൈദിക കൂട്ടായ്മയോട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സഹോദരതുല്യം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മുൻ വികാരിയന്മാരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിരുന്ന മുൻ ഇടവകളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വൈദികരെയും ഓർക്കുന്നു. ചേട്ടൻ ശുശ്രൂഷ ചെയ്ത തൃശ്ശൂരേരിയും അതുപോലെ തന്നെ വെള്ളമുണ്ട, പ്രശാന്തിഗിരി, പേരിയ, ഇപ്പോഴുണ്ടാകുന്ന കോട്ടത്തറ ഇടവകളിൽ നിന്ന് അനേകം പേര് ഈ മാനന്തവാടിയിൽ നിന്ന് യാത്രാക്ലേശം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിൽ ഇപ്പോൾ ദുഷ്കരമാണെങ്കിലും അവരെല്ലാം വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ ഞാൻ ശുശ്രൂഷ ചെയ്ത ആലക്കോട് നിന്നും പാലാവയലിൽ നിന്നും വയ്യാട്ടുപറമ്പിൽ നിന്നും രണ്ടാം കടവിൽ നിന്നും ചേപ്പറമ്പിൽ നിന്നും മുത്താരക്കുളം, അതുപോലെ തന്നെ ഇപ്പോൾ ഞാനായിരിക്കുന്ന വെമ്പു ഇടവകയിൽ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ണു നിറയാതെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ എന്ത് പകരം തരും എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഇത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് എന്നുള്ളതാണ് പൗരോഹിത്യത്തിൻ്റെ വലിയ ശക്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം ഇടവക പേരാവിൽ നിന്ന് വിൻസെൻ്റ് ഇപ്പോൾ അംഗങ്ങളും
ഒത്തിരിയേറെ ആ സംഘടനയുടെ വ്യക്തികളും ഈ ദിവസങ്ങളെല്ലാം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോഴും അമ്മച്ചയെ കാണാൻ ഒത്തിരി പേര് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ ശക്തി ഞങ്ങളുടെ ഈ ഇടവക എൻ്റേതാണ്, ഞങ്ങളുടേതാണ് എന്നുള്ള വലിയ ധൈര്യം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ വലിയ സ്നേഹം ബഹുമാനപ്പെട്ട സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനാണ്. ഞാൻ എവിടെ ചെല്ലുമ്പോഴും എൻ്റെ സഭയെന്നാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. കാരണം സെമിനാരി കാലഘട്ടത്തിലും എല്ലാം നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ വളർന്നതും. ഞങ്ങളുടെ ദൈവവിളിയിൽ ഓരോ പടിയും നിങ്ങളുടെ സ്വാന്തനവും തിരുത്തലുമാണ്. ഒത്തിരിയേറെ തിരുത്തൽ പറയാറുണ്ട്. മൺമറിഞ്ഞു പോയ ഒത്തിരി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. രാത്രി മുഴുവനും ഇവർ പ്രാർത്ഥനയും ആശ്വാസവുമായിട്ട് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ വയ്യാത്ത കാര്യമായിട്ട് ഹൃദയത്തിൽ കോറിയിടപ്പെടുകയാണ്. അതുപോലെ തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന വെമ്പോ ഇടവകയിലെ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്, ASME സിസ്റ്റേഴ്സ്, അമൃത സിസ്റ്ററും അതുപോലെ ലില്ലി സിസ്റ്ററും ഒരുക്കം പോലുമില്ലാതെ രാത്രി മുഴുവനും അവർ പ്രാർത്ഥനയിൽ അമ്മയോടൊപ്പമായിരുന്നു. പ്രിയപ്പെട്ട സമർപ്പിതരെ, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും ഏത് സങ്കടത്തിലും ഞങ്ങൾക്ക് കരുത്താണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് ബന്ധുമിത്രാദികൾ, അവരെല്ലാം ദൂരെ നിന്ന് വന്നവരുണ്ട്, ഞങ്ങൾക്കൊപ്പം പഠിച്ചവരുണ്ട്, ദൂരെ നിന്ന് വന്നവർ, അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുപോലെ തന്നെ പൊടിമറ്റം കുടുംബാംഗങ്ങൾ അകലങ്ങളായിരുന്നിട്ടും അവർ വന്നിട്ടുണ്ട്. വടക്കേ മലഞ്ഞാൽ കുടുംബം, നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന എല്ലാ വടക്കേ മലഞ്ഞാൽ കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. ഞങ്ങൾ 8 മക്കളെയും അമ്മയും അപ്പനും വളർത്തി. ആരാണ് വളർത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരമില്ല. കാരണം രണ്ടുപേരുടെയും ഉത്തരവാദിത്വം പരസ്പരം പിണഞ്ഞു കിടന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അമ്മച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ടുപേരും ഒന്നായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് നൽകിയ മാതൃകയ്ക്ക്, സ്നേഹത്തിന്, പരിഗണനയ്ക്ക്, വിശ്വാസത്തിന് ഒക്കെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിശുദ്ധയായ അമ്മയുടെ ഈ ഒരു സാന്നിധ്യം ഞങ്ങൾക്കൊക്കെ അമ്മയ്ക്ക് ഒത്തിരി തീർച്ചയായും സന്തോഷമായിരിക്കും. സ്വർഗത്തിലായിരിക്കുമ്പോൾ 5 വർഷം മുമ്പ് ചാച്ചൻ മരിച്ചപ്പോൾ 5 വർഷവും അമ്മ കൂടുതൽ പ്രാർത്ഥിച്ച് ചാച്ചൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ 5 വർഷക്കാലം അമ്മച്ചി ചെലവഴിച്ച് ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഗസ്ത്യോസ് പുണ്യവാളൻ പറയുന്നു, നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അവനവന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം പ്രത്യേകിച്ച് ഓർക്കാം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ അയൽക്കാർ, ബെന്നിച്ചേട്ടനും തങ്കച്ചേട്ടനും, അതുപോലെ തന്നെ പുതിയിടത്തെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ അയൽവക്കങ്ങൾ, വാർഡ്, സെൻറ്റ് ലൂക്ക വാർഡ്, ഇവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരു കാര്യവും ഞാൻ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കണ്ണൂരിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. പ്രത്യേകമായിട്ട് അവരെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ആശുപത്രിയിലായിരുന്നപ്പോൾ AKG ആശുപത്രിയിൽ അമ്മച്ചിയായിരുന്നത്, അവിടെ ജോസ്നെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫിൽപ്പെട്ട ആതിര മാമം, ഇവയെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. അവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റർ വിജയൻ സാറിനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ ഡോക്ടർമാരെയും, അമ്മച്ചിയോട് ഹൃദയം ചേർത്ത് വെച്ച എല്ലാ മനുഷ്യരെയും, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ ഒരു പരിശുദ്ധാൽത്താരയിൽ സമർപ്പിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. തീർച്ചയായും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, അല്പം സങ്കടമുള്ളൂ. തീർച്ചയായും സങ്കടം മറ്റൊന്നുമല്ല, അല്പം സ്വാർത്ഥത കൊണ്ടാണ്. കുറച്ചും കൂടി അമ്മച്ചി ഉണ്ടാകണം, കുറച്ചും കൂടി ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അമ്മയെ യാത്രയാക്കുമ്പോൾ സഭയുടെ വിശ്വാസവും ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയുടെ ഓട്ടം പൂർത്തിയാക്കുകയും ബഹുമാനപ്പെട്ട പിതാവ് ധരിപ്പിച്ച വെണ്മയുടെ കിരീടം അമ്മച്ചിക്ക് ഈശോതമ്പുരാൻ കൊടുത്തു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അമ്മച്ചി എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം. പരിശുദ്ധ അമ്മയുടെ 15 നോമ്പ് തുടങ്ങുന്ന ദിവസം ആഗസ്റ്റ് മാസം 1-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ആദ്യ ശനിയാഴ്ച പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അമ്മച്ചിക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.